കെ സുരേന്ദ്രനെ നമ്മൾ മലയാളികൾ വിലയിരുത്തിയിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള ചില നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ്. അതായത് ബി ജെ പിക്കാർക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്കല്ല, ബി ജെ പിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നേതാവ്, സ്വന്തം നേട്ടങ്ങൾക്കായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു നേതാവ്. പക്ഷേ ഇത് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റായി പോയി. ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അടൂർ പ്രകാശിന് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പത്തനംതിട്ടയിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ പുറത്തുവിട്ട ലഘുലേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, കെ സുരേന്ദ്രന്റെ പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന 2,85,00,000 നിന്ന് വെറും 35 ലക്ഷം രൂപ മാത്രമാണ് കെ സുരേന്ദ്രൻ ചിലവാക്കിയിട്ടുള്ളത്. ഈ 35 ലക്ഷം എന്ന് പറയുന്നത് അമൃതാനന്ദമായി മഠം ഉൾപ്പെടെ നൽകിയ ഒരു 15 ലക്ഷം, അതുപോലെ തന്നെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വന്ന കുറച്ച് ലക്ഷങ്ങൾ അവരുടെ കണക്കിൽ. അങ്ങനെ ഒരു 35 ലക്ഷം രൂപ മാത്രമാണ് കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള 2,50,00,000 രൂപ കെ സുരേന്ദ്രനും കൂട്ടാളികളും മുക്കി എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ള പുറത്തുവിട്ട ലഘുലേഖകൾ വ്യക്തമാക്കുന്നുള്ളത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. അത് മാത്രമല്ല, കൂടെ എന്തിനും ഏതിനുമുള്ള ശോഭാ സുരേന്ദ്രനിട്ട് ഒരു 8ന്റെ പണിയും കെ സുരേന്ദ്രൻ നൽകി. അതൊരിക്കലും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലെത്തിയത് വലിയ പ്രതീക്ഷയുമായിട്ടാണ്. അടൂർ പ്രകാശ് വിജയ സാധ്യതയുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രന് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. CPM-കാരോട് പരസ്യമായി രംഗത്ത് വന്ന് ഏറ്റുമുട്ടുന്ന ഒരു വലിയ കാഴ്ച ആറ്റിങ്ങലിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെച്ച് എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് ഒരു ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയ ശോഭാ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രൻ അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ ചില രഹസ്യധാരണകൾ ഹോട്ടലുകളിൽ വെച്ച് നടത്തി എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളും ആ ലഘുലേഖകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ അകത്തുള്ള ആ വലിയ പ്രശ്നം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പൊതുജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ ഇത് ചെയ്തത് എന്നാണ് ആ ലഘുലേഖകൾ വ്യക്തമാക്കുന്നുള്ളത്. അതായത് കോന്നിയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അടൂർ പ്രകാശിന്റെ പ്രകാശ് കോൺഗ്രസ് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വോട്ട് മറിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് എന്നാണ് ആ ലഘുലേഖ മുന്നോട്ട് വെക്കുന്നുള്ളത്. എന്തായാലും 2,50,00,000 രൂപ കെ സുരേന്ദ്രൻ മുക്കിയെന്നും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നെന്നും ബി ജെ പി പ്രവർത്തകർ തന്നെ പുറത്തു പറയുമ്പോൾ നമുക്കെങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.